എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലും നമ്മൾ ഗുരുദേവ് നിത്യാനന്ദ കാഞ്ഞങ്ങാട് ആശ്രമത്തിൽ ഇരിക്കുമ്പം കാണിച്ച അതിശയങ്ങളെക്കുറിച്ചാണ്. ഈ ഒരു ചാപ്റ്ററിൽ തന്നെ കുറേ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം കൂടെ ഞാൻ ചുരുക്കി ഈ ഒരു വീഡിയോയിൽ അങ്ങ് ഒതുക്കാമെന്ന് വിചാരിക്കുന്നു. എന്നുവെച്ചാൽ ഇതിനകത്ത് വേറെ പല സ്ഥലത്തും കാണിച്ച അതിശയങ്ങളും അത്ഭുതങ്ങളും എല്ലാം ഒരുപാട് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാഞ്ഞങ്ങാടിൽ ഗുരുദേവ് കാണിച്ച അത്ഭുതങ്ങൾ എന്നുള്ള സീരീസിൽ ഇതങ്ങ് ഇവിടെ ഈ വീഡിയോയോട് കൂടി അങ്ങ് തീർക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം കുറച്ചും കൂടെ നമുക്ക് കാണാം. എന്തായിരുന്നാലും നമുക്കെല്ലാവർക്കും ഒരു സൂക്ഷ്മ ഗുരുവായിട്ട് മാറിയ ഗുരുദേവ് നിത്യാനന്ദ സ്വാമികളുടെ അത്ഭുതങ്ങൾ കേട്ടാലും മതിയാവത്തില്ല. അത്രയ്ക്ക് കാര്യങ്ങളാണ്. അത്ര ലാവകത്തോടെ എന്ന് വെച്ചാൽ അത്ര സിമ്പിളായിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു മഹാന് മാത്രമേ പറ്റത്തുള്ളൂ. ഈ സിദ്ധന്മാരൊക്കെ മാത്രമേ ഇങ്ങനത്തെ അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റത്തുള്ളൂ. ഒരു നോട്ടത്തിൽ ട്രെയിനിനെ നിർത്താനും അടുത്ത ഒരു നോട്ടത്തിൽ ട്രെയിനിനെ മൂവ് ചെയ്യാൻ വയ്ക്കാനും. ഒരു ട്രെയിനിൻ്റെ ശക്തി എത്രയാണെന്ന് നമുക്കറിയാം. ട്രെയിൻ അടുത്തൂടെ പോകുമ്പം തന്നെ നമ്മളൊക്കെ വിറയ്ക്കും. അതിൻ്റെ വൈബ്രേഷൻ നമുക്ക് അത്രയ്ക്ക് ഫീൽ ചെയ്യും. ആ രീതിയിൽ നമുക്ക് ആ വൈബ്രേഷൻ ഫീൽ ചെയ്യുന്ന ഇതാണ് ഞാൻ വിറയ്ക്കുന്നതെന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ ദേഹം വിറയ്ക്കുമെന്നല്ല, അതിൻ്റെ വെയ്റ്റും അതിൻ്റെ ഇത് അങ്ങനത്തെ അത്രയും ടൺസ് വെയ്റ്റുള്ള ഇത്രയും ആൾക്കാരെയും ഭാരങ്ങളെയും ചുമന്നുകൊണ്ട് പോകുന്ന ഒരു ട്രെയിനിനെ ജസ്റ്റ് ഒരു നോട്ടത്തിൽ നിർത്തുക എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടിലും എന്തൊരു പവറാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റേണ്ടത്. ആലോചിച്ച് നോക്കി. അതാണ് ത്രികാലം ജ്ഞാനി എന്ന് പറയുന്നത്. ത്രികാലവും ഉണർന്ന ജ്ഞാനി. അവർക്കെല്ലാം കൈവശമാണ്. എന്നുവെച്ചാൽ അവർ ഈ പഞ്ചഭൂതങ്ങളെയും കൈവശമാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അണ്ടത്തിലുള്ളതേ പിണ്ടത്തിലുണ്ട്. അണ്ടം എന്ന് വെച്ചാൽ ഈ കോസ്മോസ്, ഈ യൂണിവേഴ്സ് അല്ലേ, അപ്രപഞ്ചം. അപ്പം പ്രപഞ്ചത്തിലുള്ള എല്ലാമേ ഈ പഞ്ചഭൂതങ്ങളാലായതാണ്. എന്തൊക്കെയാണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ? മണ്ണ്, വെള്ളം, അഗ്നി, വായു, ആകാശം. അപ്പം അണ്ടം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിൽ ഉള്ള എല്ലാ വസ്തുക്കളും എത്ര കോളങ്ങളുണ്ട്, എല്ലാം ഈ പഞ്ചഭൂതങ്ങളാൽ മാത്രം ആക്കപ്പെട്ടതാണ്, ചെയ്യപ്പെട്ടിരിക്കുന്നത്. പിണ്ടത്തിലുണ്ട്. അണ്ടത്തിലുള്ളതേ പിണ്ടത്തിൽ. പിണ്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം, നമ്മുടെ ദേഹം. നമ്മുടെ ദേഹത്തിലും കോടാനുകോടി സെൽസ് ഉണ്ട്. ഈ കോടാനുകോടി സെൽസും ഈ പഞ്ചഭൂതങ്ങളാൽ മാത്രം ഉണ്ടാക്കിയതാണ്. അപ്പം ചില മഹാന്കൾ പറയും, ഈ 5 ഭൂതങ്ങളിൽ ഏതെങ്കിലും ഒരു എലിമെൻറ്റിനെ, ഏതെങ്കിലും ഒരു ഭൂതത്തിനെ നമുക്ക് കീഴടക്കാൻ പറ്റിയാൽ നമ്മളും ഒരു മഹാനാകാമെന്നാണ് പറയുന്നത്. അതിനൊക്കെ ഒരുപാട് സാധനങ്ങളും ഒരുപാട് ജന്മജന്മാന്തരമായിട്ട് ഇരുന്ന് സാധനങ്ങൾ ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം ഗുരുദേവ് നിത്യാനന്ദയെ സംബന്ധിച്ചവരെ പഞ്ചഭൂതങ്ങളും അദ്ദേഹത്തിൻ്റെ കീഴിലാണ്. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ എന്ത് വിചാരിക്കുന്നോ അതപ്പം ഇരുന്ന ഇരിപ്പിൽ, ഒരു ദേഹത്ത് ഒരു അനക്കമില്ലാതെ, ഒരു ചലനമില്ലാതെ ഇരുന്ന ഇരിപ്പിൽ ആ വിചാരിക്കുമ്പം, മനസ്സിലൊരു വിചാരം വരുമ്പം അതങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുന്നത്. അത് നടക്കുന്നു. പ്രപഞ്ചം നടത്തി കൊടുക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഗുരുദേവിൻ്റെ ആത്മായും പ്രപഞ്ചത്തിൻ്റെ ആത്മായും ഒന്നാണ്. ഗുരുദേവിൻ്റെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നതും പ്രപഞ്ചത്തിൻ്റെ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നതും ഒന്നാണ്. രണ്ടും വേറെ അല്ല. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചിന്തിച്ചാലും അവിടെ നടക്കും. അതുകൊണ്ട് തന്നെയാണ് ഇവരെയൊക്കെ സിദ്ധന്മാരും സിദ്ധர்கள் എന്ന് പറയുന്നതും
മഹാൻകൾ എന്ന് പറയുന്നതും ജ്ഞാനികൾ എന്ന് പറയുന്നതും ഋഷികളും മുനികളും എന്നൊക്കെ പേര് കൊടുത്ത് വിളിക്കുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ഈ കാഞ്ഞങ്ങാട്ടിൽ ഇരിക്കുന്നവർക്കൊക്കെ ഈ ഗുരുദേവ് നിത്യാനന്ദയുടെ ആശ്രമം എന്ന് പറയുന്നത് വലിയ ഒരു പൊക്കിഷമാണ്. അപ്പം ഇത്രയൊക്കെ നമുക്ക് അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ആലോചിക്കുക, ഈ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കാഞ്ഞങ്ങാട് ജനിച്ച് വളർന്നവർക്കും അല്ലെങ്കിൽ ഇപ്പം സെറ്റിലായവർക്കും ഒക്കെ ഒരു പ്രത്യേകം ഒരു ബ്ലെസ്സിങ്സാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അവിടെ താമസിക്കുന്നത്. എനിക്കൊക്കെ 12 മണിക്കൂർ ട്രെയിൻ ട്രാവൽ ചെയ്ത് വേണം എനിക്ക് അവിടെ എത്താൻ. അപ്പം നിങ്ങൾ അവിടെ തന്നെ ഇരിക്കുന്ന സ്ഥിതിക്ക് എപ്പോഴൊക്കെ സമയം കിട്ടുമോ അപ്പോഴൊക്കെ ഗുരുദേവിൻ്റെ മന്ദിരത്തിൽ പോവുക, കോട്ടയ്ക്കകത്ത് പോവുക, ഗുഹയ്ക്കകത്തിരുന്ന് ധ്യാനം ചെയ്യുക. ഗുരുദേവ് നാരായണ സ്വാമിയെ, നിത്യാനന്ദ സ്വാമിയെ സൂക്ഷ്മ ഗുരുവായിട്ട് മതിച്ച് മനസ്സിലിരുത്തി അദ്ദേഹത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചാൽ മതി, നമുക്ക് എല്ലാ കാര്യവും സിദ്ധിയാകും. ഓക്കെ, 1-2 കാര്യങ്ങൾ ഇതും കാഞ്ഞങ്ങാട് കാണിച്ച അത്ഭുതങ്ങളിൽ ചിലതാണ്. നമ്മുടെ ഗുരുദേവ് ഈ അസുഖം കൊണ്ട് ബാധിച്ചവരെല്ലാവരെയും ഗുണപ്പെടുത്തുന്ന ഒരു കാര്യം ഉണ്ട്. അദ്ദേഹത്തിന് മനസ്സ് മൊത്തം ഈ യൂണിവേഴ്സൽ ലവ് ആൻഡ് ബ്രദർഹുഡ് എന്നുള്ളതാണ്. ഇന്നാരെയും ഞാൻ സഹായിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇന്നാരുടെ അടുത്തേ ഞാൻ സംസാരിക്കത്തുള്ളൂ, അങ്ങനെ ഒന്നുമില്ല. ആർക്ക് അസുഖമൊന്നും വന്നാലും വീട്ടിലിരുന്ന് ഗുരുദേവിനെ മനസ്സുകൊണ്ട് വിചാരിച്ച് പ്രാർത്ഥിച്ചാലും മതി, അപ്പം അസുഖം മാറും. അത്രയ്ക്ക് ഏത് മുക്കിൽ മൂലയിലിരുന്ന് നമ്മൾ ധ്യാനിച്ചാലും അത് അദ്ദേഹത്തിന് മനസ്സിലാകും എന്നുള്ളതാണ്. അപ്പം ഈ ബുക്ക് എഴുതിയില്ലയോ, അതായത് ഈ ബുക്കിൽ നിന്നുള്ള കാര്യങ്ങളാണല്ലോ ഞാൻ പറയുന്നത്. അപ്പം ഈ ബുക്ക് എഴുതി ഓത്തർ, ആ ബുക്ക് എഴുതിയ ഓത്തറുടെ ഫ്രണ്ടിൻ്റെ പേര് മിസ്റ്റർ കൃഷ്ണൻ. അപ്പം ആ കൃഷ്ണൻ്റെ സഹോദരിക്ക് രട്ടകളാണ്, രട്ടക്കുഞ്ഞുങ്ങൾ ജനിച്ചു. 2 പേരും ബോയ്സാണ്, ഈ ട്വിൻസ് 2 ബോയ്സാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര വയറ്റ് വേദന, മാറാത്ത വയറ്റ് വേദനയായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം ഗുരുദേവ് ഇവരുടെ വീട്ടിൽ പോയപ്പം 2 കുഞ്ഞുങ്ങളെയും കൊണ്ടുവരാൻ പറഞ്ഞ് ഗുരുദേവിൻ്റെ 2 തൊടയിലും കൂടെ ഇരുത്തി, 2 തൊടയിലും ഇരുത്തി പഴം കൊണ്ടുവരാൻ പറഞ്ഞു. വാഴപ്പഴം, വെറും പഴം കൊണ്ടുവന്ന് 2 കുഞ്ഞുങ്ങൾക്കും ഇദ്ദേഹം കൊടുത്തു. കയ്യിൽ പഴം ഇങ്ങനെ ഞെരടി വായിലിട്ട് കൊടുത്തു. അതോടുകൂടി അവരുടെ അസുഖങ്ങളൊക്കെ മാറി. അസുഖം എന്ന് പറഞ്ഞാൽ ഫിറ്റ്സ് വരുമായിരുന്നു. ജെന്നി എന്ന് പറയും, ഫിറ്റ്സ്. അപ്പോൾ ഫിറ്റ്സൊക്കെ വരുന്നത് ലൈഫ് ലോങ് ഒരു വലിയ ഒരു മോശപ്പെട്ട ഒരു കാര്യമാണ്. എന്നുവെച്ചാൽ അവർക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ അടുത്ത് പോകരുത്, തീയുടെ അടുത്ത് പോകരുത്, സൈക്കിൾ ഓട്ടരുത്, സ്കൂട്ടർ ഓട്ടാൻ പറ്റത്തില്ല. എപ്പം ഫിറ്റ്സ് വരുമെന്ന് പറയാനൊക്കത്തില്ല. അപ്പോൾ ഫിറ്റ്സ് വരുന്നതെന്ന് പറയുന്നത് ഒരു വലിയ ഒരു അസുഖമാണ്. അപ്പം കൊച്ചിലേ ഈ ഫിറ്റ്സ് വന്നുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ഗുരുദേവിൻ്റെ അടുത്ത് കൊണ്ടുപോയത്. ഈ ഗുരുദേവിൻ്റെ കൈ കൊണ്ട് പഴം കൊടുത്തതോടുകൂടി ആ ഫിറ്റ്സ് വരുന്നത് പരിച്ഛിതം മാറി. അതേപോലെ വേറൊരു കുഞ്ഞിക്കുട്ടി എന്നൊരു ആൾ അങ്ങേരുടെ ബന്ധത്തിലുള്ളതാണ്. ഒരു ലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ബന്ധുവാണ്. അപ്പോൾ അവർക്ക് ഭ്രാന്താണ്. അപ്പം എന്തൊക്കെയോ ചികിത്സ ചെയ്തിട്ടും മാറുന്നില്ല. അപ്പോൾ ഒരു ദിവസം ഈ കുഞ്ഞിക്കുട്ടി എന്ന് പറഞ്ഞ ആളും അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ ഭർത്താവും കുഞ്ഞിരാമൻ, ഇവർ 2 പേരും കൂടെ പോയി ഗുരുദേവ് നിത്യാനന്ദ അടുത്ത് എന്തെങ്കിലും ഒരു മരുന്ന് ചോദിച്ചിട്ട് വരാം, ഒരു വഴി കാണിക്കും എന്ന് പറഞ്ഞ് അവർ 2 പേരും കൂടെ ആശ്രമത്തിലോട്ട് പോയി. അപ്പം ഗുരുദേവാണെങ്കിൽ ഈ ഗുഹയൊക്കെ പണിയിപ്പിക്കാനും അതിന് സിമൻറ്റ് പൂശാനും ആ ജോലി ചെയ്യിപ്പിക്കുന്ന തീവ്രതയിലായിരുന്നു. അപ്പോൾ ഇവർ 2 പേരും വന്നത് കണ്ട ഉടനെ ഗുരുദേവ് അങ്ങോട്ട് പോയി പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം
ഓടിപ്പോയി ചോറുണ്ടിട്ട് വാ, അല്ലെങ്കിൽ പിന്നെ ഊണ് സമയം മാറിപ്പോവും എന്ന് പറഞ്ഞു. ശരി. അപ്പോൾ അവർ പറയാൻ വന്ന കാര്യം വേറെയാണ്. ഈ ലക്ഷ്മി എന്ന് പറഞ്ഞ സ്ത്രീയുടെ മനഭ്രാന്തി മാറ്റാനുള്ള വഴി കേൾക്കാനാണ് വന്നത്. പക്ഷേ ഇവർ ഗുരുദേവ് പോയി ഉണ്ടിട്ട് വാന്ന് പറയുമ്പോൾ ഇല്ലല്ല, ഞങ്ങൾക്ക് ഉണ്ണണ്ട, ഞങ്ങൾക്ക് ഗുരുദേവിൻ്റെ അടുത്ത് സംസാരിച്ചാൽ മതി എന്ന് പറയാൻ ഒക്കുമോ? ഭയഭക്തിയോട് ഓക്കെ ശരി എന്ന് പറഞ്ഞ് പോയി ഊണ് കഴിച്ചിട്ട് വന്നു. ഊണ് കഴിച്ചിട്ട് വന്നുകൊണ്ടിരിക്കുമ്പം തന്നെ ഗുരുദേവ് വീണ്ടും ഇവരെ നോക്കി, ഒരു കാര്യം ചെയ്യ്, ട്രെയിനിന് സമയമായി, ലേറ്റ് ആകുന്നു, നിങ്ങൾ പോ, ട്രെയിനിൽ കയറിപ്പോ, അല്ലെങ്കിൽ ട്രെയിനിൽ പോയി കളയും എന്ന് പറഞ്ഞു. അപ്പോഴും അവർക്ക് വേറെ ഒന്നും അങ്ങോട്ട് പറയാനുള്ള ശക്തിയില്ല. ശരി എന്ന് പറഞ്ഞ് ഗുരുദേവ് പറയുന്നെന്ന് പറഞ്ഞ് അവർ മടങ്ങിപ്പോയി. മടങ്ങിപ്പോയപ്പം വീട്ടിലാണ് അത്ഭുതം കാത്തിരിക്കുന്നത്. ആ ലക്ഷ്മി എന്ന് പറഞ്ഞ സ്ത്രീക്ക് പരിചിതം ഭ്രാന്തിയായിട്ടിരുന്ന സ്ത്രീ പരിചിതം മാറി നോർമലായിട്ട് നല്ല രീതിയിൽ നടന്നു വന്ന് ഇവർക്ക് രണ്ടുപേർക്കും എപ്പോഴും വീട്ടിലുള്ളവർ സാധാരണ ആൾക്കാർ ചെയ്യുന്ന പോലെ ഇവർക്ക് രണ്ടുപേർക്കും കുടിക്കാൻ വെള്ളം കൊടുത്തു. അപ്പം നമ്മുടെ മനസ്സിലുള്ളത് എന്തുവാന്ന് അറിയാൻ മാത്രമല്ല, അതിനെ മനപ്രയാസത്തിനെ മാറ്റാനുമുള്ള ശക്തിയാണ് ഗുരുദേവ് അവിടെയൊക്കെ കാണിക്കുന്നത്, ഇല്ലയോ? അത് ആരാന്നോ എന്തുവാ അസുഖമെന്നോ അവരുടെ പേര് പറയാനോ ഒന്നിനും ആവശ്യം വന്നില്ല. ഇവർ രണ്ടുപേരും വന്നപ്പോഴേ ഗുരുദേവിന് മനസ്സിലായി ഇവരെന്തോ ഉദ്ദേശത്തിലാണ് വരുന്നതെന്ന്. അതങ്ങ് ചെയ്തു കൊടുത്തു, അത്രയേ ഉള്ളൂ. അതേപോലെ നീലേശ്വർ, ഈ നീലേശ്വർ എന്ന് പറയുന്ന സ്ഥലം കാഞ്ഞങ്ങാടിനടുത്തുള്ള സ്ഥലമാണ്. ഞാൻ ഈ കാഞ്ഞങ്ങാട് നീലേശ്വർ എന്നുള്ള സ്ഥലങ്ങളുടെ പേരൊക്കെ എനിക്ക് നേരത്തെ അറിയാം. എന്നുവെച്ചാൽ കാഞ്ഞങ്ങാട് ഒരു KV ഉണ്ട്, നീലേശ്വരത്ത് ഒരു KV ഉണ്ട്. അപ്പം ഈ സ്കൂളൊക്കെ തുറന്ന ഉടൻ തന്നെ എല്ലാ കേന്ദ്രീയ വിദ്യാലയ പ്രിൻസിപ്പൽസിനെ, ഒരു റീജിയനിലുള്ള എല്ലാ കേന്ദ്രീയ വിദ്യാലയ പ്രിൻസിപ്പൽസിനും 2-3 ദിവസം മീറ്റിംഗ് കാണും. ആ വർഷത്തെ അജണ്ട എന്തുവാ, എന്തോ ചെയ്യേണ്ടിയേ, റിസൾട്ട് എങ്ങനെ, CBSEയുടെ 10th റിസൾട്ട് 12th റിസൾട്ടൊക്കെ നോക്കും. ഒരു വലിയ ഓരോ സ്കൂളിനുള്ള കമ്പാരിസനൊക്കെ ഇട്ട് നോക്കും. ഒരുപാട് കാര്യങ്ങൾ ആ 3 ദിവസത്തെ മീറ്റിങ്ങിൽ രാത്രി വരെ നടക്കും. അങ്ങനെ ഈ അവിടെ ഉള്ള പ്രിൻസിപ്പൽസിനെയും ആ സ്കൂളിനെ കുറിച്ചൊക്കെ എനിക്കും അറിയാം. അപ്പം ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു, പട്ടത്തായിരുന്നു. എന്നാലും ഇവരുടെയൊക്കെ പേരും ആൾക്കാരെയൊക്കെ അറിയാം, നമുക്ക് പരിചയമുണ്ട്. പക്ഷേ അതുകൊണ്ട് ആളുകളെക്കാട്ടിലും അവിടുത്തെ ഈ സ്ഥലം പേരൊക്കെ എനിക്ക് നല്ലപോലെ പരിചയമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്താണ്, അടുത്ത സ്റ്റേഷനാണ് നീലേശ്വർ. അടുത്ത സ്റ്റേഷൻ ഉടൻ തന്നെ വരുന്ന സ്റ്റേഷനാണ്. അപ്പം ഈ നീലേശ്വർ എന്നുള്ള സ്ഥലത്ത് ഒരു ഡോക്ടർ മഞ്ജുനാഥ് പൈ എന്നൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഡോക്ടർ ഒരു ദിവസം ഈ മാതൃഭൂമി പത്രം വാങ്ങിച്ച് ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് ഗുരുനാഥനെ പോയി കാണാൻ പോയി. അപ്പം ആ പത്രത്തിൽ ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത കാര്യം ന്യൂസായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ പത്രവും കൊണ്ട് ഈ മഞ്ജുനാഥ് ഡോക്ടർ ഗുരുദേവിൻ്റെ മുമ്പിൽ പോയി ഇരിക്കുന്നു. അപ്പം ഗുരുദേവ് ഇങ്ങനെ കുനിഞ്ഞ് ഒരു ഉണങ്ങിയ ഇല, ആ ഉണങ്ങിയ ഇലയെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് നോക്കുന്നു. തിരിച്ച് മറിച്ച് നോക്കിയിട്ട് ഡോക്ടർ മഞ്ജുനാഥിനെ കണ്ട് പറഞ്ഞു, ഇന്ന് രാത്രി 10 മണിക്ക് ഗാന്ധിജിയെ റിലീസ് ചെയ്യും എന്ന് പറഞ്ഞു. കേട്ടോണ്ട് മഞ്ജുനാഥിങ് വന്നു. അന്ന് രാത്രി തന്നെ 10 മണിക്ക് ഗാന്ധിജിയെ റിലീസ് ചെയ്തു. അത് അടുത്ത ദിവസം പത്രത്തിൽ വന്നു. അത് കണ്ട ഉടനെ ഡോക്ടർ മഞ്ജുനാഥിന് ഭയങ്കര ഒരു അത്ഭുതമായിപ്പോയി. അപ്പോൾ ഇന്നലെ ഞാൻ ഇത്രയ്ക്കും ഗാന്ധിജിയെക്കുറിച്ചോ ഒന്നുമേ പറഞ്ഞില്ല, അവരുടെ സംഭാഷണയിൽ അത് വന്നിട്ടേ ഇല്ല. അപ്പോൾ അടുത്ത ദിവസം ഇത് കേട്ട ഉടനെ സ്വാമിജി പറഞ്ഞത് ശരിയായല്ലോ എന്ന് പറഞ്ഞ് തിരിച്ചും ഓടി ആശ്രമത്തിൽ പോയി. കാഞ്ഞങ്ങാട് ആശ്രമത്തിൽ വന്ന് ഗുരുദേവനെ കണ്ടു. ഗുരുദേവനെ കണ്ടപ്പം ഇന്നലെ 10 മണിക്ക് റിലീസായി ഇല്ലയോ ഗാന്ധിജി, ന്യൂസ് കണ്ടോ ഇല്ലയോ, പത്രത്തിൽ വന്നിട്ടുണ്ട് ഇല്ലയോ ഒന്ന്. അതേ സ്വാമിജി, ഇതൊക്കെ എങ്ങനെ സ്വാമിജിക്ക് അറിയുന്നു? പത്രം തൊട്ടില്ല, പത്രം വായിച്ചില്ല,
പത്രത്തിൽ വരുന്ന ന്യൂസൊക്കെ വന്ന ന്യൂസും വരാൻ പോകുന്ന സംഭവങ്ങളും എങ്ങനെ അറിയുന്നു സ്വാമിജിക്ക് എന്ന് ഡോക്ടർ മഞ്ജുനാഥ് ചോദിച്ചു. അതൊക്കെ അറിയും. നിങ്ങൾ പത്രത്തിൽ പ്രിൻ്റ് അടിച്ച് വരുമ്പോൾ നിങ്ങൾ വായിക്കുന്നു. ഞാൻ ഈ കരിയിലയിൽ പ്രിൻ്റ് അടിക്കാതെ തന്നെ എനിക്ക് വായിക്കാൻ പറ്റി, അത്രയേ ഉള്ളൂ. അതൊക്കെ നമ്മുടെ ആത്മലിംഗത്തിൻ്റെ ഒരു ശക്തിയാണ്. അപ്പോൾ ആത്മലിംഗം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനെക്കുറിച്ചാണ് പറയുന്നത്. ആത്മലിംഗത്തിൻ്റെ ഒരു ശക്തിയാണ് എന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഡോക്ടർ മഞ്ജുനാഥ് പരമഭക്തനായി, ഗുരുദേവ് നിത്യാനന്ദയുടെ പരമഭക്തനായി. ഒടുക്കം വരെ ആശ്രമത്തിൽ വരുന്നതും പോകുന്നതും ഒരു റെഗുലർ ഒരു ഫീച്ചറാക്കി വെച്ചു. ദിവസവും വരും, ആശ്രമത്തിന് വേണ്ടിയതൊക്കെ ചെയ്യും, ഗുരുദേവിനെ കാണും. അങ്ങനെ ഒടുക്കം വരെ ഗുരുദേവിൻ്റെ ഭക്തനായിട്ട് തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ പിന്നെ ഒരു ദിവസം ഗുരുദേവ് ട്രെയിനിൽ പോയിക്കൊണ്ടിരുന്നു. പോയപ്പം ടിക്കറ്റ് പരിശോധിക്കാൻ വന്ന ആൾ ടിക്കറ്റ് എവിടെയെന്ന് ചോദിച്ചു. ഇല്ല, ചെറുവത്തൂർ സ്റ്റേഷനാണ് അടുത്ത് വരുന്നത്, അവിടെ ഇറങ്ങിക്കൊള്ളണമെന്ന് പറഞ്ഞു. അങ്ങനെ ചെറുവത്തൂർ സ്റ്റേഷനിൽ സ്വാമിജി ഇറങ്ങി പ്ലാറ്റ്ഫോറത്തിൽ ഇരിക്കുക. ചെറുവത്തൂർ സ്റ്റേഷൻ വന്നു. അതൊക്കെ ചെറിയ സ്റ്റേഷനാണ്. ഇപ്പം ഞാനും കാഞ്ഞങ്ങാട് പോയിട്ട് വരുന്നതുകൊണ്ട് എനിക്ക് ഈ സ്റ്റേഷൻ്റെ പേരൊക്കെ അറിയാം. ചെറുവത്തൂർ ചെറിയ ഒരു സ്റ്റേഷനാണ്. 2 മിനിറ്റ്സ് അങ്ങാണ് നിൽക്കും. അപ്പം നമ്മുടെ ഗുരുദേവി ഇറങ്ങി പിന്നീട് ട്രെയിൻ അവിടുന്ന് പുറപ്പെടണ്ടേ, ട്രെയിൻ അനങ്ങുന്നില്ല. കുറച്ച് നേരം ഇപ്പം ആൾക്കാരൊക്കെ സ്വാമിജിയെ അവിടെ ഉള്ളവർക്കൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ സ്വാമിജി ഇങ്ങനെ ഒറ്റയ്ക്ക് പ്ലാറ്റ്ഫോറത്തിൽ ഇരുന്നുകൊണ്ടിരിക്കുന്നത് കുറേ പേര് കണ്ടു. അവിടെ ട്രെയിൻ അനങ്ങാത്തതാണ് വലിയ ഒരു സംഭവം തന്നെയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഈ ടിക്കും ഡ്രൈവറിനും ഗാർഡിനും സ്റ്റേഷൻ മാസ്റ്റർക്കും എല്ലാം കാര്യം മനസ്സിലായി. സ്വാമിജിയെ ഇറക്കി വിട്ടുകൊണ്ട് തന്നെയാണ് ട്രെയിൻ അനങ്ങാത്തതെന്ന് മനസ്സിലായി. അപ്പോൾ ഇവരെല്ലാം വന്ന് തൊഴുത് മാപ്പ് ചോദിച്ചു. കയറിക്കോളാൻ പറഞ്ഞു. മാപ്പ് ചോദിച്ച് വിട്ടപ്പോഴത്തേക്ക് ശരി. അപ്പം ഇവരെല്ലാം പറഞ്ഞു, താങ്കൾ കയറിയിരിക്കണം, അപ്പോഴേ ട്രെയിൻ അനങ്ങത്തുള്ളൂ, ഞങ്ങൾ ചെയ്തത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഗുരുജിക്ക് ഭയങ്കര ഹാപ്പിയായി, സന്തോഷമായി. ചിരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നോ, ഓടിച്ചാടി എൻജിൻ റൂമിനകത്ത് കയറിയിരുന്നു. എൻജിൻ റൂമിലൊന്നും വേറെ ആരെയും വിടത്തില്ല. സ്വാമിജി കയറി എൻജിൻ റൂമിനകത്ത് കയറിയിരുന്നു. ട്രെയിൻ അപ്പം തന്നെ സ്ഥലം വിട്ടു. അതൊക്കെയാണ് ഒരു മഹാൻ്റെ മഹിമ എന്ന് പറയുന്നത്, അതൊക്കെയാണ്. അതേപോലെ ഒരു ദിവസം ട്രെയിനിൽ കയറി സ്വാമിജി കയറിയിരുന്നപ്പം കഴുത്ത് മൊത്തം മാല. എന്തൊരു മാലയാണ്? ട്രെയിൻ ടിക്കറ്റ്സിൻ്റെ മാല, ഒറിജിനൽ ടിക്കറ്റ്സ്. അതായത് ഓരോ സ്റ്റേഷനിലും അവിടെ കുറേ കുഞ്ഞു സ്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോ സ്റ്റേഷനിൽ പോകാനുള്ള എല്ലാ ടിക്കറ്റുകളും വാങ്ങിച്ച് അതിനെ ഒരു മാലയാക്കി അതിനെ കഴുത്തിലിട്ടുകൊണ്ട് ട്രെയിനിലിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ട് വരുക. അപ്പോൾ ഒരു ട്രെയിൻ ടിക്കറ്റ് ഇല്ലെങ്കിലല്ലേ നിങ്ങൾ എന്നെ ഇറക്കി വിടും, എല്ലാ ടിക്കറ്റിനും പിടിച്ചോ എന്നുള്ള രീതിയിൽ. അതേപോലെ ഈ DD കമത്ത് എന്ന് പറഞ്ഞ ഒരാൾ ഈ ബുക്ക് എഴുതിയ ആളിൻ്റെ സുഹൃത്താണ്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. അതായത് ഈ കണ്ണനൂർ നിട്ടിരിക്കുന്നു ഈ ബുക്കിൽ. പക്ഷേ അത് കണ്ണനൂറാണോ കണ്ണൂറാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ എനിക്കത് വെരിഫൈ ചെയ്യാൻ ഒരു മാർഗ്ഗമില്ല. കണ്ണൂറാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിഞ്ഞ സ്റ്റേഷനാണ്, സ്ഥലമാണ്. ഇപ്പം തമിഴിൽ എഴുതിയതുകൊണ്ട് കണ്ണനൂർ എന്നാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ കണ്ണൂരിനെ കണ്ണനൂർ നിട്ടുമെന്നാണ് എനിക്ക് എൻ്റെ വിചാരം. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ്. അപ്പം ഇപ്പം ഈ 11:30 രാവിലെ 11:30 മദ്രാസ് മാംഗ്ലൂർ മെയിൽ വരുന്ന സമയം. ശരിയെന്ന് സ്വാമിജി ആ ട്രെയിനിൽ കയറിയപ്പം ടിക്കറ്റ് പരിശോധിക്കാൻ വന്നപ്പം അദ്ദേഹത്തിൻ്റെ ലങ്കോടിയിൽ നിന്ന് കുറേ ടിക്കറ്റുകൾ, എവിടെ, ചെറുവത്തൂർ, പയ്യന്നൂർ,
എന്തുവാ ഇത് ഇടയിലുള്ള എല്ലാ ടിക്കറ്റ്സ് സ്റ്റേഷൻ്റെയും ടിക്കറ്റുകൾ അദ്ദേഹത്തിൻ്റെ ലങ്കോട്ടിൽ നിന്ന് ഓരോന്നായിട്ട് വീഴുക, താഴെ 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 വീഴുക. അങ്ങനെ ആ ട്രെയിനിൽ കയറിയിരുന്ന് വേറെ എവിടെയോ സ്ഥലത്ത് പോകുമായിരുന്നു. അവിടെ വേറൊരു കാര്യം, നമ്മുടെ ഗുരുദേവ് നിത്യാനന്ദയുടെ ആശ്രമത്തിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ദൂരത്തിൽ ഗുരുവനം എന്നൊരു സ്ഥലമുണ്ട്. ഞാൻ അവിടെയും പോയി. ഈ ആദ്യത്തെ പ്രാവശ്യം പോയപ്പോഴും ഡിസംബറിൽ പോയപ്പോഴും ഗുരുവനത്ത് പോയി. ഇപ്രാവശ്യം പോയപ്പോഴും ഞാൻ പറഞ്ഞില്ലേ 29-ാം തീയതി ശനിയാഴ്ച വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. അന്ന് ഉച്ചയ്ക്ക് മൊത്തം ഞാൻ ഗുരുവനത്തിലായിരുന്നു. രാവിലെ ഗുഹയ്ക്കകത്തിരുന്ന് മെഡിറ്റേഷൻ ചെയ്തു. ഉച്ചയ്ക്ക് മൊത്തം അതായത് അവിടെ അന്നദാനം ഉണ്ടായിരുന്നു, ചോറ് കഴിച്ചു. ഞാൻ ഓട്ടോ വരാൻ പറഞ്ഞിരുന്നു, ഓട്ടോയിൽ തന്നെ കയറി ഗുരുവനത്തിൽ പോയി. ഞാൻ പറഞ്ഞില്ലേ സൂര്യഗ്രഹണമായിരുന്നു. അപ്പം ഗ്രഹണ സമയത്ത് ഗുരുവനം പോലെ ഉള്ള ഒരു സ്ഥലത്ത് ഇരിക്കുന്നതിനെക്കാട്ടിലും വേറെ ഒരു ഭാഗ്യം നമുക്കില്ല. അപ്പം അങ്ങനെ തന്നെ 2 തൊട്ട് 6:30 വരെ ആ ഗുരുവനത്തിൽ തന്നെ ഇരുന്നു. ഈ ഗുരുവനം എന്ന് പറയുന്നത് നമ്മളുടെ ഗുരു നിത്യാനന്ദ ആ വനത്തിൻ്റെ വനമാണ് അവിടെ മൊത്തം. അക്കാലത്തെ മൊത്തം വനമായിരുന്നു. അപ്പോൾ ആ കാട്ടിൽ ആ സ്ഥലത്ത് നമ്മുടെ ഗുരുദേവ് അവിടെ ഇരുന്ന് കുറേ നാൾ തപസ്സിരുന്ന സ്ഥലമാണത്. പിന്നെ ഗുരുദേവിൻ്റെ ശിഷ്യനായ ജനാനന്ദ എന്നുള്ള സ്വാമിജി അവിടെ ഗുരുവനം എന്ന് അതിന് പേരിട്ട് അവിടെ ഒരു ചെറിയ അമ്പലം, ഗുരുദേവ് നിത്യാനന്ദയ്ക്ക് ചെറിയ ഒരു അമ്പലം പണിഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ഒരു ഗുഹ തുറന്നു പോയിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ സ്വാമിജി നിത്യാനന്ദ ചെയ്ത കാര്യങ്ങളാണ്. ആ ഗുഹയുടെ വാതിൽക്ക് നേരത്തെ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ അതിൻ്റെ പടങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ഒരു സ്ഥലത്തുനിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ വെള്ളത്തിന് പാപനാശ ഗംഗ എന്നാണ് നമ്മുടെ ഗുരുദേവ് പേരിട്ടത്. അതായത് ആ വെള്ളത്തിൽ കുടിക്കുമ്പോൾ നമ്മുടെ പാപമെല്ലാം നശിക്കും എന്നുള്ളത്. അവിടെ ഇപ്പോഴും സദാ സർവ്വകാലം ഏത് വേനൽക്കാലത്തും വെള്ളം ഇങ്ങനെ ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കും. അതൊരു തൊട്ടി പോലെ കെട്ടിവെച്ചിട്ടുണ്ട്. തൊട്ടിയുടെ അടുത്തുനിന്ന് ഒരു പൈപ്പുണ്ട്. ആ പൈപ്പിൽ നിന്ന് വെള്ളം ഇങ്ങനെ അത് അടച്ചു വെച്ചിട്ടുണ്ട്. അല്ലാതെ ഈ തൊട്ടിയിൽ നിന്നുള്ള വെള്ളം കുറേ സ്ഥലം ഇങ്ങനെ മാറി വേറെ ഒരു പൈപ്പ് വഴി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അവിടെയുള്ള ആ പ്രദേശത്തിലുള്ള ചെടികൾക്കും മരങ്ങൾക്കും എല്ലാം വെള്ളം സപ്ലൈ ഈ പാപനാശ ഗംഗയാണ്. അപ്പം അതിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ 6:30 വരെ ഉണ്ടായിരുന്നു. 6:30 കഴിഞ്ഞ് വന്നപ്പം ഞാൻ ഇവിടുന്ന് ഒരു ബോട്ടിൽ കൊണ്ടുപോയി. അപ്പോൾ ആ ബോട്ടിൽ നിറച്ച് അവിടുന്ന് വെള്ളം കൊണ്ടുവന്ന് ഇവിടെ വീട്ടിൽ വന്നേ. പിന്നീട് ഞാൻ പറഞ്ഞില്ലേ വീട്ടിലൊരു ചെറിയ ശിവലിംഗം ഉണ്ടെന്ന്. ആ ശിവലിംഗത്തിന് ആ പാപനാശ ഗംഗയെന്നുള്ള വെള്ളത്തിലാണ് കഴിഞ്ഞ ആഴ്ചയും ഞാൻ അഭിഷേകം ചെയ്തത്. ഇനിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ തിങ്കളാഴ്ചയും അഭിഷേകം ചെയ്യുമ്പോഴും അതിൽ ആ പാപനാശ ഗംഗയുടെ വെള്ളം തീരുന്നവരെ അത് വെച്ച് ശിവന് അഭിഷേകം ചെയ്യാവുന്നുള്ള പ്ലാനിലാണ് ഞാൻ. അത്രയും ഭാഗ്യം കിട്ടിയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതുമാത്രമല്ല, ഞാൻ ശരിക്കും അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചത് ഒരു 8 കല്ല് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഒരു സ്ഥലം കെട്ടി വെച്ചിട്ടുണ്ട്. അതിന് നമ്മുടെ ഗുരുദേവ് ഇട്ട പേരാണ് അഷ്ടമാസിദ്ധി എന്നുള്ള ആ സ്ഥലത്തിൻ്റെ ചെറിയ ഒരു സ്ഥലമാണ്. അതിന് ഇട്ട പേരാണ് അഷ്ടമാസിദ്ധി. അഷ്ടസിദ്ധികളും കിട്ടുന്ന ഒരു സ്ഥലമായിരിക്കാം. ഞാൻ എന്തായിരുന്നാലും അവിടെ തന്നെ ഇരുന്നാണ് 2 തൊട്ട് 6 വരെ ഒറ്റ ഇരിപ്പിലിരുന്ന് എനിക്കറിയാവുന്ന ശ്ലോകങ്ങളും മന്ത്രങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് അഷ്ടമാസിദ്ധികൾ കിട്ടണമെന്നല്ല, അതൊന്നും വേണ്ട. എന്നാലും ഞാൻ പറയുന്ന മന്ത്രങ്ങളും ജപങ്ങളും ലളിതാ സഹസ്രനാമം അവിടുന്ന് വായിച്ചു, ശിവൻ്റെ അഷ്ടോത്രം വായിച്ചു. പിന്നെ എനിക്ക് എന്തൊക്കെ ശ്ലോകങ്ങളും അറിയാവോ അത്ര മന്ത്രങ്ങളും ശ്ലോകങ്ങളും അവിടെ ഇരുന്ന് ചൊല്ലിക്കൊണ്ടാണ് ഇരുന്നത്. അതിൻ്റെ ഫലം നമുക്ക് കിട്ടിയാൽ അത് മതി. ഗുരുദേവിൻ്റെ അനുഗ്രഹം കിട്ടിയാൽ അത് മതി. വേറെ സിദ്ധികളൊന്നും എനിക്ക് വേണ്ട. എന്നാലും ആ അനുഗ്രഹത്തിന് വേണ്ടിയാണ് ഞാൻ അവിടെ ഇരുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഗുരുദേവിൻ്റെ ശിഷ്യനായ ഈ സ്വാമി ജനാനന്ദ ഒരുപാട് അവിടെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ഗുരുവനത്തിൽ പടികളൊക്കെ കെട്ടി,
പിന്നെ കുറേ ഒരു 10 മുറികൾ കെട്ടി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഈ സ്വാമിമാർക്ക് അവിടെ ഇരുന്ന് വിശ്രമിക്കാനും രാത്രി കിടന്ന് ഉറങ്ങാനും അവിടെ തങ്ങാനും ഒക്കെ സ്ഥലങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പടികളൊക്കെ കെട്ടി കാടൊക്കെ വെട്ടിത്തെളിച്ച് നീറ്റാക്കിയത് മെയിനായിട്ട് ചെയ്തത് സ്വാമി ജനാനന്ദയാണ്. ഈ സ്വാമി ജനാനന്ദയുടെ സമാധിയാണ് നിത്യാനന്ദ കോട്ടയിൽ കയറി ചെല്ലുമ്പോൾ താഴെ ഉള്ളത്. അപ്പം മേളിലാണ്, ആ ഗുഹകളുടെ മേളിലാണ് ഗുരുദേവ് നിത്യാനന്ദയുടെ അമ്പലം. അവിടെയാണ് ആദ്യം പൂജ. അത് കഴിഞ്ഞ് താഴെ വരും. താഴെ വന്ന് ജനാനന്ദയുടെ സമാധിയുടെ മേളിൽ ജനാനന്ദയ്ക്ക് ഒരു പഞ്ചലോഹ വിഗ്രഹം ചെയ്തു വെച്ചിട്ടുണ്ട്. അവിടെയും പൂജ. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ശാപ്പാട് തരുന്നത്. അപ്പോൾ അതൊക്കെ 2-3 ദിവസം അവിടെ നിന്ന് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. അപ്പം ഈ അഷ്ടമാസിദ്ധികളൊക്കെ ഉണ്ടാക്കിയ സ്ഥലത്ത് ഗുരുദേവ് പറഞ്ഞിട്ടുണ്ടെന്ന്, ഒരുപാട് സിദ്ധർകൾ ഇവിടെ വന്ന് സമാധിയായ സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലം 1958 ഈ നീലോത്പർ എന്ന് പറഞ്ഞ അവിടുത്തെ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച സ്ഥലമാണ്. അവിടെ 1958 ആ സ്ഥലം വാങ്ങിച്ച്, ചിലപ്പം നമ്മുടെ ഗുരുദേവ് നിത്യാനന്ദ പറഞ്ഞ് സ്വാമി ജനാനന്ദ ഉണ്ടാക്കിയ കെട്ടിയ സ്ഥലമാണ്. അവിടെ ആ പടിയെല്ലാം കെട്ടി അമ്പലം പണിയിച്ചത്. അതൊക്കെ സ്വാമി ജനാനന്ദ പിന്നെ ചെയ്തതാണ്. അപ്പോൾ ആ രാജാവിൻ്റെ അടുത്തുനിന്ന് ആ സ്ഥലം വാങ്ങിച്ച് പിന്നെ അതിന് ഗുരുവനമെന്ന് പേരിട്ട് നല്ല രീതിയിൽ അവിടെയും നമുക്കിരുന്ന് പോയി ധ്യാനിക്കാം. അങ്ങനെ നല്ല ഒരു സ്ഥലമാണ്. അവിടുന്ന് ഒരു ഗുഹയുണ്ട്. പക്ഷേ ആ ഗുഹ എങ്ങോട്ട് പോകുന്നു എന്ന് അറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നു ഗുരുവനത്തിൽ നിന്ന് നമ്മുടെ സ്വാമി നിത്യാനന്ദ കോട്ടയ്ക്കകത്ത് വരുന്ന ലിങ്കായിരിക്കും അത്. പിന്നെ അവിടെ തന്നെ നമ്മുടെ ഈ സ്ഥലത്ത് തന്നെ കാഞ്ഞങ്ങാട്ടിൽ തന്നെ ഇനിയൊരു ആശ്രമമുണ്ട്. അതിൻ്റെ പേര് ആനന്ദ ആശ്രമം. ഈ അവിടെയും ഞാൻ പോയിട്ടുണ്ട്. ആനന്ദാശ്രമത്തിനെക്കുറിച്ച് വേറൊരു ദിവസം വേറൊരു വീഡിയോ ഇടാം. ആനന്ദാശ്രമം നല്ല ഒരു സ്ഥലമാണ്. ഒരുപാട് വിസ്തീർണമുള്ള ഒരു സ്ഥലമാണ്. അവിടെയും ഫോറിനേഴ്സ് ഒരുപാട് പേര്, വിദേശത്ത് നിന്ന് ആൾക്കാർ വന്ന് അവിടെ താമസിക്കുന്നുണ്ട്. അവിടെയും താമസിക്കാനുള്ള മുറികളും ഫുഡും എല്ലാം ഉണ്ട്. അത് 1931 മെയ് 15 രാമദാസ് എന്ന് പറഞ്ഞ ഒരു ഭക്തൻ ഈ ആനന്ദ ആശ്രമത്തിനെ അവിടെ തുടങ്ങി വെച്ചത്. അവിടെ രാമദാസും പിന്നെ കൃഷ്ണബായും ഇവർ രണ്ടുപേരുമാണ് ആ ആശ്രമത്തിൻ്റെ നട്ടെല്ല് എന്ന് പറയാം. കുറേ വർഷം അവരവിടെ ഇരുന്നു. അപ്പോൾ ആനന്ദ ആശ്രമത്തിന് മെയിനായിട്ട് പറയുന്നത് രാമനാമജപം ജപിച്ച് ഒരാളിന് മുക്തി കിട്ടാൻ സാധ്യത ഉണ്ട് എന്ന് ആണ് അവർ പറയുന്നത്. ഓക്കെ, ആ ആനന്ദാശ്രമത്തിനെക്കുറിച്ച് ഞാൻ വേറൊരു നല്ല വീഡിയോ ഇടാം. കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. സമയമില്ലാത്തതുകൊണ്ടാണ് കുറച്ച് മാറിപ്പോകുന്നത്. ഓക്കെ, അപ്പം ആ ആനന്ദാശ്രമത്തിൻ്റെ 2ാമത്തെ വാർഷിക ദിനത്തിന് നമ്മുടെ ആ കൃഷ്ണബായി എന്ന് പറഞ്ഞ സ്ത്രീ നമ്മുടെ ഗുരു നിത്യാനന്ദയെ അവിടെ കൊണ്ടുപോയി ആഘോഷത്തിൽ പങ്കെടുപ്പിച്ചു. നിത്യാനന്ദ സ്വാമി എപ്പോഴും പോലെ ആസ് യൂഷ്വൽ മൗനമാണ്, ഒന്നും മിണ്ടിയില്ല. അവിടെ കരിക്കിൻ്റെ വെള്ളമൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ഉപചാരങ്ങളൊക്കെ ചെയ്താണ് പറഞ്ഞു വിട്ടത്. അപ്പം അവിടെയും പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ സ്വാമി മുക്താനന്ദ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ബുക്കാണ് പ്ലേ ഓഫ് കോൺഷ്യസ്നസ്, ചിത് ശക്തി വിലാസ്. അദ്ദേഹവും ഭഗവാൻ നിത്യാനന്ദ എന്ന് പറഞ്ഞ് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് പോലും. പക്ഷേ എനിക്കിതുവരെ അത് കിട്ടിയിട്ടില്ല. പിന്നെ ഇനിയൊരതിശയം, ഇതോടുകൂടി നമുക്ക് ഇതങ്ങ് വൈൻഡപ്പ് ചെയ്യാം. അതായത് ഈ വായുവേഗം മനോവേഗം എന്ന് പറയും. ഈ കാറ്റിൻ്റെ വേഗത്തിനെക്കാട്ടിലും കൂടിയതാണ് നമ്മുടെ മനസ്സിൻ്റെ വേഗം. വേഗം എന്ന് വെച്ചാൽ അതിൻ്റെ സ്പീഡ്. ഇപ്പം ഞാനിവിടെ തിരുവനന്തപുരത്ത് എൻ്റെ വീട്ടിൽ ഇരുന്നുകൊണ്ട് 6000 മൈലിനപ്പാലുള്ള എൻ്റെ മോനെ ഈ ഒരു സെക്കൻഡിൽ വിചാരിച്ചാൽ എനിക്ക് വിചാരിക്കാൻ പറ്റും. ജപ്പാനിൽ അവൻ്റെ വീട് കാണാൻ പറ്റും, അവനെ മനസ്സിൽ കാണാൻ പറ്റും, മനക്കണ്ണിൽ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പേരാണ് വായുവേഗവും മനോവേഗമെന്നും. ഇപ്പം ഹനുമാനൊക്കെ അത്രയും സ്പീഡിൽ, വായുവേഗത്തിനെക്കാട്ടിലും സ്പീഡിലാണ് പോയതും ലങ്കയിൽ പോയതും എത്തിയതും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്. അതുപോലെ ഒരു പ്രാവശ്യം സ്വാമി നിത്യാനന്ദ ഒരു കാര്യം ചെയ്തു. അതായത്
ഒരു ബസ് പോയിക്കൊണ്ടിരുന്നു. ഒരു സ്ഥലത്ത് ബസ് സ്റ്റോപ്പിൽ നിന്ന് കൈ കാണിച്ചപ്പോൾ അവൻ നിർത്തിയില്ല. ശരിയെന്ന് കുറേ നേരം കഴിഞ്ഞ് ഒരു 10-15 മൈൽ കഴിഞ്ഞ്, അത്രയും മൈൽ ബസ് പോയി കാണും. അതിനിടയ്ക്ക് സ്വാമി നിത്യാനന്ദ അവിടെ ചെന്ന് കൈ കാണിച്ചു, ബസ് നിർത്താൻ പറഞ്ഞു. അവൻ നിർത്തിയില്ല, ഡ്രൈവർ നിർത്തിയില്ല, ഒറ്റ പോക്ക്. പിന്നെയും ഒരു 15 മൈൽ കഴിഞ്ഞ് ആ ബസ് അവിടെ എത്തിയപ്പം നിത്യാനന്ദ അതിന് മുമ്പേ അവിടെ എത്തി. മൂന്നാമത്തെ പ്രാവശ്യം കൈ കാണിച്ചപ്പം ഡ്രൈവറിന് മനസ്സിലൊരു പേടി. ഒരേ മനുഷ്യൻ എങ്ങനെ ബസ്സിനെ വേഗത്തിനെക്കാട്ടിലും ഈ മനുഷ്യനാണല്ലോ നേരത്തെയും കൈ കാണിച്ചത്, ഫസ്റ്റും കൈ കാണിച്ചത് ഇങ്ങേരാണല്ലോ. ഇതപ്പം സാധാരണപ്പെട്ട ആളല്ലേ. എന്താണെന്ന് വെച്ചാൽ ബസ്സിൻ്റെ വേഗത്തിനെക്കാട്ടിലും ഫാസ്റ്റായിട്ട് ബസ് എത്തുന്നതിന് മുമ്പേ അവിടെ നിത്യാനന്ദ ഉണ്ട്. അപ്പം ബസ്സിൻ്റെ വേഗത്തിനെക്കാട്ടിലും അവിടെ വന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ വേറെ ഒരു മാർഗ്ഗം ഇല്ലല്ലോ അവിടെ. അപ്പം ഇയാൾ സാധാരണപ്പെട്ട ആളല്ല, ഇത് ഏതോ ശക്തിയുള്ള ഒരു മഹാനാണ് എന്ന് മനസ്സിലായതുകൊണ്ട് ഡ്രൈവർ അവിടെ നിർത്തി. മൂന്നാമത്തെ പ്രാവശ്യം കൈ കാണിച്ചപ്പോൾ അവിടെ നിർത്തി. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഗുരുദേവ് നിത്യാനന്ദയുടെ അത്ഭുതങ്ങൾ. അപ്പോൾ ഇന്ന സ്ഥലത്തു നിന്നില്ല, നമ്മൾ ഇന്നത് വിചാരിക്കുന്നില്ല, ഇന്നത് നമ്മൾ അവിടെ പോയി പാടും ദുരിതം അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയണമെന്നില്ല. അദ്ദേഹത്തിനെ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഇരുന്ന് മനസ്സുകൊണ്ട് ധ്യാനിച്ചാൽ മതി, നമുക്ക് കിട്ടും. നമുക്ക് അർഹതപ്പെട്ടത് നമുക്ക് കിട്ടിയിരിക്കും. അപ്പം ഞാൻ എന്നും എൻ്റെ പ്രാർത്ഥനയിൽ ഗുരുദേവ് നിത്യാനന്ദയും സ്വാമി മുക്താനന്ദയും വിളിക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ട്. അത് മതി. അവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഏതും നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും. ഓക്കെ. അപ്പം കാഞ്ഞങ്ങാട്ടിൽ കാണിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് മതിയാക്കാം. ഈ സീരീസിൽ ഇനി ഒറ്റ വീഡിയോയും കൂടെ ഉണ്ട്. അതായത് ഈ ബുക്കിൻ്റെ ബാക്കി എല്ലാം കൂടെ, മൊത്തം ബുക്ക് ഞാൻ 2-3 പ്രാവശ്യം വായിച്ചു. വായിക്ക തീരുന്നില്ല, അത്രയ്ക്ക് നല്ല കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഇനി അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഗുരുദേവ് ഗണേഷ് പുരിയിൽ അവിടെ ചെയ്ത കാര്യങ്ങളാണ്. അതിന് പിന്നെ ഉള്ളതെല്ലാം കൂടെ ഞാൻ മൊത്തത്തിൽ വായിച്ച് കുറച്ച് പോയിൻറ്റ്സ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഒരു വീഡിയോ ആയിട്ട് ഇട്ട് ഈ സീരീസ് അങ്ങ് തീർക്കാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ എന്തായിരുന്നാലും ഇപ്പം കാഞ്ഞങ്ങാട് പോയി, നിത്യാനന്ദ ആശ്രമം 2 പ്രാവശ്യം പോയി, ഗുരുവനം 2 പ്രാവശ്യം പോയി, ആനന്ദ ആശ്രമത്തിൽ 1 പ്രാവശ്യം പോയി, അങ്ങനെ എല്ലാം കണ്ട് മനസ്സ് നിറഞ്ഞിരിക്കുവാണ്. ഇനി എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഗണേഷ് പുരി പോകണം. ഗണേഷ് പുരി എന്ന് പറയുന്നത് ബോംബെയുടെ അടുത്താണ്. അപ്പം ഞാൻ വിചാരിച്ചു ഗണേഷ് പുരിയും ഷീരടി സായിറാം, അവിടെയും ഞാൻ നേരത്തെ പോയിട്ടുണ്ട്, 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. ഇനി 1 പ്രാവശ്യം കൂടെ ഈ 2 സ്ഥലവും, എന്ന് വെച്ചാൽ ഷീരടി സായിബാബ എന്ന് പറയുന്നത്, ഷീരടി സായിബാബ എന്ന് പറയുന്നതും വലിയ ഒരു മഹാനായിരുന്നു, ഒരു സിദ്ധനായിരുന്നു. നമ്മുടെ ഗുരുദേവ് നിത്യാനന്ദയും ഒരു സിദ്ധനായിരുന്നു. അപ്പം കാഞ്ഞങ്ങാട്ടിൽ നിന്ന് ഗുരുദേവ് പോയത് ഗണേഷ് പുരിക്കാണ്. ഒടുക്കം കാഞ്ഞങ്ങാട്ടിൽ നിന്ന് പോയത് ഗണേഷ് പുരിയിലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഉള്ള ഒരു ഷോർട്ട് വീഡിയോ എന്ന് വെച്ചാൽ കുറച്ചൊക്കെ പറഞ്ഞിട്ട് ഗുരുദേവിൻ്റെ സമാധിയായ കാര്യങ്ങളൊക്കെ, എന്ന് വെച്ചാൽ ഗുരുദേവ് സമാധിയായത് അവിടാണ്, അതിനെക്കുറിച്ച് പറഞ്ഞ് ഈ സീരീസ് അങ്ങ് നിർത്താമെന്ന് വിചാരിക്കുന്നു. ഇനിയും ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഗുരുദേവ് നിത്യാനന്ദ തന്നെ എന്നെ അനുഗ്രഹിക്കട്ടെ, ഞാൻ ഗണേഷ് പുരി പോകാം. നിങ്ങളും ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതിൽ ചിലരൊക്കെ ഗണേഷ് പുരിയൊക്കെ പോയി കാണും. അപ്പോൾ എന്തായിരുന്നാലും എനിക്കും ഒന്ന് പോകണം, അതിനുള്ള അനുഗ്രഹം തരട്ടെ. ഞാൻ പോയിട്ട് അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ നേരിട്ട് കണ്ട് അനുഭവിച്ചിട്ട് വന്ന് ഒരു വീഡിയോ ആയിട്ട് ഇടാം. എന്താ? ശരി, സന്തോഷം. നന്ദി, നമസ്കാരം.